നമസ്കാരം. ഞങ്ങളുടെ കൈകൾ ബന്ധിക്കുകയും കാലുകൾ ചങ്ങലയിൽ മുറുക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു കുടിയേറ്റ ക്യാമ്പിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. US സൈനിക വിമാനത്തിൽ കയറുന്നതുവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒടുവിൽ അവർ പറഞ്ഞു ഞങ്ങളെ നാടുകടത്തുകയാണെന്ന്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും അമൃത്സറിൽ പറന്നിറങ്ങിയ നാടുകടത്തൽ വിമാനത്തിലെ 104 ഇന്ത്യക്കാരിൽ ഒരാളായ ഹർവീന്ദർ സിംഗിന്റെ വാക്കുകളാണിത്. വിമാനത്തിൽ ഞങ്ങൾ പരസ്പരം മുഖാമുഖം ഇരുന്നു. അതേസമയം ഞങ്ങളുടെ കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിച്ചിരുന്നു. വെള്ളം കുടിക്കാനും വാഷ്റൂം ഉപയോഗിക്കാനും മറ്റുമായി കൈവിലങ്ങുകൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ US ഉദ്യോഗസ്ഥരോട് കേണപേക്ഷിച്ചു. പക്ഷേ അവർ പ്രതികരിച്ചില്ല എന്നും ഹർവീന്ദർ ഒരു നിലവിളിയോടെ പറഞ്ഞു. അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ കൈവിലങ്ങുകളും ചങ്ങലകളും അഴിച്ചുമാറ്റി. 5 വർഷത്തേക്ക് ഞങ്ങളെ നാടുകടത്തിയതായി വിമാനത്താവളത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതെല്ലാം ഒരു ദുസ്വപ്നമാണോ അതോ കഠിനമായ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാവാതെ നേരിട്ട ദുരനുഭവം പങ്കുവെക്കാൻ പാടുപെട്ടുകൊണ്ട് ഹർവീന്ദർ സിംഗ് കൂട്ടിച്ചേർത്തു. നാടുകടത്തപ്പെട്ട് ബുധനാഴ്ച രാത്രി വൈകി വീട്ടിലെത്തിയവർ മാധ്യമങ്ങളോട് തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ വിവരിച്ചു. കൈകൾ കെട്ടിയും കാലുകൾ ചങ്ങലയിട്ടും ഇരിക്കാനും വെള്ളം കുടിക്കാനും വാഷ്റൂം ഉപയോഗിക്കാനും അവർ എങ്ങനെ പാടുപെട്ടു എന്ന് വിവരിച്ചപ്പോൾ മറ്റുള്ളവർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. US മെക്സിക്കോ അതിർത്തിയിലുള്ള ടിജുവാന കുടിയേറ്റ ക്യാമ്പിലെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. അവിടെയാണ് ഹർവീന്ദറിനെയും മറ്റുള്ളവരെയും ഇന്ത്യയിലേക്ക് അയക്കുന്നതിനു മുമ്പ് പാർപ്പിച്ചിരുന്നത്. എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. കുടിയേറ്റ ക്യാമ്പിലും സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. നാടുകടത്തപ്പെട്ടവരെ കൈകാലുകൾ ബന്ധിച്ചു, തടവിൽ പാർപ്പിച്ചു എന്നൊക്കെ ബന്ദികൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ പിന്നീട് US ബോർഡർ പെട്രോൾ മേധാവി പങ്കിട്ട ഒരു വീഡിയോയിൽ വ്യക്തമായതോടെ നാടുകടത്തപ്പെട്ടവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ലോകത്തിന് ബോധ്യമായി. ഹർവീന്ദറിനെ USലേക്ക് കൊണ്ടുപോകുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രാവൽ ഏജന്റ് ജസ്കരൻ സിംഗും അതേ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ്. തന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ ടാൻഡ സിറ്റി പോലീസ് സ്റ്റേഷനിലെത്തിയ ഹർവീന്ദറിന്റെ ഭാര്യ കുൽജീന്ദർ കൗർ പറഞ്ഞത് തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. ഭർത്താവിനെ USലേക്ക് അയക്കാൻ 42 ലക്ഷം രൂപയാണ് അവർക്ക് ചിലവായത്. അതിനായി ഞങ്ങൾ 1 ഏക്കർ കൃഷിഭൂമി മാത്രമല്ല എന്റെ സ്വർണവും വിറ്റു, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നാണ് കൗർ പറഞ്ഞത്. മോദി സർക്കാരിന്റെ മൗനത്തെയും അവർ ചോദ്യം ചെയ്തു. നാട്ടിലെ ആളുകൾക്ക് മാന്യമായ ജോലിയും തൊഴിലും മറ്റും നൽകാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വന്തമായി ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും അവർ സംസാരിക്കണം. ഈ സമയത്ത് മോദി സർക്കാർ മാത്രമല്ല, പഞ്ചാബിലെ ആം ആദ്മി സർക്കാരും മൗനം പാലിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമായിരുന്നു എന്നാണ് കുൽജീന്ദർ കൗർ പറഞ്ഞത്. ഗുർദാസ്പൂർ ജില്ലയിൽ നിന്നുള്ള ജസ്പാൽ USലേക്ക് പോകാൻ ഒരു ഏജന്റിന് 30 ലക്ഷം രൂപയാണ് നൽകിയത്. 6 മാസം ബ്രസീലിൽ തങ്ങിയ ജസ്പാൽ ഈ വർഷം ജനുവരിയിലാണ് US അതിർത്തി കടന്നത്. പെട്ടെന്ന് തന്നെ US ബോർഡർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 11 ദിവസത്തിനുള്ളിൽ നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെട്ട ഒരു അമ്മയുടെയും മകന്റെയും കഥ ഇതിലും പരിതാപകരമാണ്. USലെത്താൻ അവർ 1.5 കോടി രൂപ ചെലവഴിച്ചതായി റിപ്പോർട്ടുണ്ട്. പഞ്ചാബിലെ ദോബെ ബെൽറ്റിലെ NRI താമസിക്കുന്ന സമ്പന്നമായ മേഖല എന്നറിയപ്പെടുന്ന കപൂർത്തല ജില്ലയിലെ ഭോലാത്തിൽ താമസിക്കുന്ന പ്രഭ്ജോത് കൗർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി USൽ കഴിയുന്ന തന്റെ ഭർത്താവിനൊപ്പം ചേരാനാണ് ഈ സാഹസികത ചെയ്തത്. ഈ വർഷം ജനുവരി 1-ന് USലേക്കുള്ള യാത്ര ആരംഭിച്ച പ്രഭ്ജോത് കൗർ ജനുവരി 27-ന് USലെത്തി. 10 ദിവസത്തിനുള്ളിൽ അവരെ നാടുകടത്തി. 40 മണിക്കൂർ നീണ്ട യാത്രയിൽ നേരിട്ട കഠിന പരീക്ഷണങ്ങൾ നാടുകടത്തപ്പെട്ടവരെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വല്ലാതെ തകർത്ത് കളഞ്ഞു എന്നാണ് അവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്നും വ്യക്തമാകുന്നത്. സമാന സാഹചര്യത്തിലുള്ള 104 ഇന്ത്യൻ വംശജരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവേശത്തോടെ ആശ്ലേഷിച്ച് മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റ നടപടിയിലൂടെ തകർന്നുപോയത്. തെക്കേ അമേരിക്കയിലേക്കുള്ള ദീർഘദൂര വിമാനയാത്രകൾ, ആടിയുലയുന്ന ബോട്ടുകളിൽ അക്രമാസക്തമായ കടലിലൂടെയുള്ള സഞ്ചാരം, 45 കിലോമീറ്ററിലധികം ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള കാൽനടയാത്ര, US മെക്സിക്കോ അതിർത്തിയിലെ ഇരുണ്ട തടവറകൾ, ഇന്ത്യയിലേക്കുള്ള നാടുകടത്തൽ വിമാനം, അനധികൃത കുടിയേറ്റത്തിനെതിരായ US പ്രസിഡന്റ് ട്രംപിന്റെ കർശന നിലപാടിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ 104 ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ അമേരിക്കൻ സ്വപ്നം പൊളിഞ്ഞതിന്റെ കണ്ണീരനുഭവങ്ങളാണിവ. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ട്രംപ് പുറത്തുവിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്ന് അമേരിക്കൻ സുപ്രീം കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടും ഇന്ത്യൻ വംശജരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന്
അവരെ തിരിച്ചെത്തിക്കുന്നതിൽ അമേരിക്ക കാണിച്ച മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്തുകൊണ്ട് ഔദ്യോഗികമായി ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നതും പ്രധാന സംഗതി തന്നെ.